വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. അയാളുടെ പാളയത്തെ ഓഫീസ് ഞങ്ങൾ സ്കെച്ച് ചെയ്തിട്ടാ സാറേ വരുന്നത്. സാറ് ഞങ്ങൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന കേറി അടിച്ചേക്കാം. എന്റെ ഇരുട്ടെ പരുന്തേ, എന്തിന്? നടേശൻ എനിക്കൊരു എതിരാളിയല്ല. കേട്ടിട്ടില്ലേ, സമന്മാരോട് വേണം മല്ലയുദ്ധം. സാറേ അതൊക്കെ ശരിയാ. എന്നാലും എല്ലാ ഞാനൂലിനെയും പത്തി വിടർത്താൻ വിടരുത്. നമ്മുടെ ക്ഷമയെ നമ്മുടെ ബലഹീനതയായി കാണുന്നവരുമുണ്ട്. അത് കറക്റ്റ്. എന്റെ സാറ് എത്ര പാവങ്ങളെയാണ് ഇടിച്ചു പിഴിഞ്ഞിട്ടുള്ളതെന്ന് ഈ കണാപ്പൻ നടേശൻ അറിയാമോ? ഈ പരുന്തിനെയും കരിക്കിലിടിച്ചിട്ടുണ്ട്. ഇരുട്ടും പരുന്തും ഇപ്പോ പഴയ പോലെയൊന്നും അല്ലല്ലോ. എന്നാലും താരം കിട്ടിയ അയാളുടെ കൂമിനിട്ട് 2 കുത്ത് ഞങ്ങൾ കൊടുക്കും സാറേ. ആ സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടിൽ വെച്ച് അത്ര നെറിയടാ അയാള് സുധി സാറിന്റെ പാവ അച്ഛനോട് കാണിച്ചത്. പൊന്നാട എണീക്കല്. സത്യത്തില് ഉടനെ തന്നെ കുളിപ്പിച്ച് പുതപ്പിച്ച് കിടത്തേണ്ട കേസാ ഈ നടേശൻ. പക്ഷേ ഞങ്ങള് അത് ചെയ്യില്ല. ഒരു സൗഹൃദ മത്സരം മാത്രമേ നടത്തൂ. വേണ്ടെന്നേ ഞാൻ പറയൂ. പക്ഷേ പേനായെ പോലെ പറന്ന് എല്ലായിടത്തും ഭയം ഉണ്ടാക്കാനാണ് നടേശന്റെ തീരുമാനമെങ്കിൽ പൂവരണി നിരഞ്ജൻ മുണ്ടൊന്നും മടക്കി കുത്തും. കുത്തണം സാർ, മീശയും പിരിക്കണം. നോക്കാം. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ ഉപേക്ഷിച്ചിട്ടില്ല സാർ. അയാളുടെ ബുദ്ധി എന്താണെന്ന് അറിയാവോ? ഈ 50 ലക്ഷത്തിന്റെ കേസ് ഇപ്പൊ എടുത്തിട്ടത് എന്തിനാണെന്ന് അറിയാവോ? സാറിനെയും സിദ്ധാർത്ഥൻ സാറിനെയും തമ്മിൽ തെറ്റിക്കാൻ. എനിക്കത് മനസ്സിലായി. നോക്കാം. കാടിറങ്ങിയ ആന തിരിച്ചു കയറുമോ അതോ മയക്കുവെടി വെക്കേണ്ടി വരുമോ? സാർ ധൈര്യോട് തോക്കെടുത്തോ. ഞങ്ങള് രാത്രിയും പകലും അലേർട്ട്. കേടുപാടുകളൊന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം. അപ്പച്ചി എന്താ പിച്ചും പേയും പറയുന്നത്? പിച്ചും പേയും അല്ല, വിശാൽ മോൻ എന്നെ ഇപ്പൊ വിളിച്ച് എല്ലാം പറഞ്ഞു. നടേശൻ ഡിവൈഎസ്പി നിരഞ്ജനെ വഴിയിൽ തടഞ്ഞതും വരട്ടിയതുമൊക്കെ. എന്നെ വരട്ടണമെങ്കിൽ നടേശൻ പോലീസ് തോളി തൂക്കിയ നക്ഷത്രങ്ങളുടെ എണ്ണം കുറെ കൂടി വേണമായിരുന്നു. എന്താ നിരഞ്ജൻ സംഭവിച്ചത്? ആ ചെക്ക് കേസ് തന്നെ. സിദ്ധുവിന് നഷ്ടപ്പെട്ട 50 ലക്ഷം. കൃത്യമായി ആരോ നമ്മളെ ചതിച്ചിരിക്കുന്നു. അതെ, കപ്പലിലൊപ്പം സഞ്ചരിച്ച കള്ളൻ. മേട ഉന്നം വെക്കുന്നത് ഈ പാവം സ്വാമിയാണ്. എന്റെ മുറിയിലെ അലമാരിയിലിരുന്ന ചെക്ക് തനിയെ ചിറകു മുളച്ച് പറന്നു ചെന്ന് വേറൊരാളുടെ പോക്കറ്റ് കയറത്തില്ലല്ലോ. നിന്റെ മുറിയിൽ കയറി എന്തെങ്കിലും മോഷ്ടിക്കാനുള്ള കരവിരുത് ഇവൾക്കേ ഉള്ളൂ, നിന്റെ അപ്പച്ചിക്ക്. തോന്നിയാസം പറയരുത്. ഒരു കള്ളത്തരവും ഇല്ലാത്ത നിർമ്മല മനസ്സാ എന്റേത്. ഓ, ഒരു നിർമ്മല മനസ്സ്. നിനക്ക് കാഞ്ചനയെന്നല്ല പേരിടേണ്ടിയിരുന്നത്, വഞ്ചനയെന്നാ. ഞാൻ അനുഭവസ്ഥനാണല്ലോ. നിങ്ങൾക്ക് ഇടേണ്ടിയിരുന്ന പേര് പരാജയ ശങ്കരൻ എന്നാ. അപ്പച്ചി ഒന്ന് നിർത്ത്. നടേശന്റെ പേര് പറഞ്ഞ് ഇവിടെ എന്തിനാ വഴക്ക്? അല്ല, ഒരു പരാതി കൊടുക്കണ്ടേ നിരഞ്ജൻ? പഴയ അധികാരത്തിന് മുമ്പില് ഗുണ്ടായുസം കാണിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ? എന്തിനാ സാറേ? നടേശന്റെ ഭീഷണിയുടെ ചൂണ്ടുവിരൽ ഒടിക്കാൻ ഞാൻ തന്നെ ധാരാളം. പാറ്റയെ കൊല്ലാൻ ആരും പാറ്റുണ്ടാൻ കിറക്കത്തില്ലല്ലോ. പട്ടേരി സാർ വരണം. സാർ ഇവിടെ കാത്തിരിക്കുകയാണ്. ആ ശരി, താങ്ക്സ്. പട്ടേരി വരുന്നു അല്ലേ സ്വാമി? അതെ. ഈ മീറ്റിംഗ് നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് നടത്തിയാൽ മതിയായിരുന്നു. ഒരിക്കലും പാടില്ല. അതെന്താ? തങ്കച്ചി മാഡത്തിന്റെ മാനേജറെ സാർ അങ്ങോട്ട് ചെന്ന് കാണുകയെന്ന് വെച്ചാൽ
അത് സാറിന്റെ അഭിമാനത്തിന് കോട്ട. അത് ശരിയാ. പക്ഷേ ഇവിടെ രഹസ്യം പിടിക്കാൻ കാഞ്ചന നോക്കിയിരിക്കുകയല്ലേ? നോക്കട്ടെ സാറേ, നമ്മളും കാര്യങ്ങൾ സുതാര്യമായിട്ടല്ലേ ചെയ്യുന്നത്. നമുക്ക് എന്ത് കള്ളത്തരം. ആ, നിരഞ്ജനം പരിചയപ്പെടുന്നോ പട്ടേരിയെ? വേണ്ട സാർ, നിരഞ്ജൻ സാറ് ഇപ്പം മനസ്സുകൊണ്ട് മാറി നിൽക്കല്ലേ. കാര്യങ്ങളൊക്കെ സാറും പട്ടേരിയും തമ്മിൽ ഡീല് ചെയ്താൽ മതി. മറ്റുള്ളവർക്ക് പരിചയപ്പെടാൻ ഇനി എത്രയോ സമയം കിടക്കുന്നു. എന്നാ പിന്നെ അങ്ങനെ കേട്ടോ സ്വാമി. ആ, നമസ്കാരം ജയശങ്കർ സാർ. നമസ്കാരം. വരണം. അങ്ങനെ നാളെ ആ സ്വപ്നം പൂവണിയുന്നു അല്ലേ? മൃതസഞ്ജീവനി. അതെ, തങ്കച്ചിയും പട്ടേരിയും ഒക്കെ എനിക്കൊരു മൃതസഞ്ജീവനിയായി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ സാറേ. സാറിനെ പോലൊരാൾ മെഡിക്കൽ രംഗത്ത് വീണ്ടും പടർന്നു പന്തലിച്ച് നിൽക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. തങ്കച്ചി മാരിയേറ്റിലുണ്ട്. രാവിലെ 6:30ക്കുള്ള ഇൻഡിഗോയിൽ ഇവിടെ എത്തും. ഇവിടെ ഹൈസിന്തിൽ വിശ്രമിച്ചിട്ട് കൃത്യസമയത്ത് തന്നെ വിളക്ക് കൊളുത്താനെത്തും. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായില്ലേ സർ? പൂർണ്ണസജ്ജം. നാളെ ജയശങ്കറിന്റെ ആകാശത്ത് വിജയത്തിന്റെ പുതിയ സൂര്യൻ ഉദിക്കും. ആ അക്ബറെ, തനിക്കുള്ള ക്യാബിനാണ് ആദ്യം റെഡിയാക്കി വെച്ചത്. ആ, കുടുംബത്തിലുള്ള ഡോക്ടർ കൂടെ നിൽക്കില്ലെന്ന് കരുതി നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ശരി, ഓക്കെ. അതെ, എന്താ? എപ്പോ വരും ദുബായ് ഷേക്ക് തങ്കച്ചി? അവര് സൗകര്യമുള്ള പോലെ വന്നോളൂ. നീ അങ്ങോട്ട് മാറിയുന്നേ. സ്വാമി, ബൊക്കെ വാങ്ങിച്ചില്ലേ? വാങ്ങിയിട്ടുണ്ട് സാർ. ആ, മധുരവും വാങ്ങി. വെരി ഗുഡ്. പൂക്കൾ നൽകി വേണം തങ്കച്ചിയെ സ്വീകരിക്കാൻ. ഒരു പൂന്തോട്ടം സ്വന്തമായിട്ടുള്ള തങ്കച്ചിക്ക് എന്തിനാ സാറേ ഒരു പിടി പൂക്കള്? എന്നാലും നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതല്ലേ നാട്ടു നടപ്പ്. ഒരാത്മാർത്ഥതയില്ലെങ്കിലും നിന്റെ അമ്മയുടെ പടം കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങനെ ഒരു പ്രഹസനം. പാവം മായാരഞ്ജനയുടെ പേര് ആശുപത്രി കിട്ടില്ല. മൃതസഞ്ജീവനി. നല്ല പേരില്ലേ അപ്പച്ചി? നിരഞ്ജന് പിന്നെ അമ്മായിയപ്പനോട് മമത കൂടുതലാണല്ലോ.